സോൾട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉള്ള ഇലയാണിത്. കണ്ടോ, ഇലയ്ക്ക് നിറവ്യത്യാസം കണ്ടില്ലേ? അതുപോലെ ഈ ഇലയ്ക്കും ഉണ്ടായിരുന്നു നിറവ്യത്യാസം, കണ്ടോ? പിന്നെ ഈ ഇലയുടെ കുറച്ച് ഭാഗത്ത് നിറവ്യത്യാസം ഉണ്ടായിരുന്നു, കണ്ടോ? പക്ഷേ ഇപ്പോൾ എപ്സം സോൾട്ട് ഉപയോഗിച്ചതിൻ്റെ ശേഷം വന്ന ഇലയാണിത്, പുതിയ ഇല. അതിന് ആ നിറവ്യത്യാസം കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാനത് ഉപയോഗിച്ചത്. കലക്കി ഒഴിക്കുകയാണ് ചെയ്തത് കടക്കിൽ. പിന്നെ ഇലയിൽ സ്പ്രേയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇലയ്ക്ക് അത് ബാധകമല്ല, ഈ ഇല അന്ന് ഉണ്ടായിരുന്നില്ല. മറ്റേ ഇലകൾക്കൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉപയോഗമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ മഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ ക്ലോറോസ് ഉണ്ടാവുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ മഗ്നീഷ്യം ഫോട്ടോസിന്തസിസിനുള്ള ക്ലോറോഫിലിന് വളരെ പ്രധാന മൂലകമാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ നല്ല വെള്ളത്തുള്ളികൾ കാണാൻ നല്ല രസമുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുക, മഴയത്ത് കുടയും പിടിച്ചിട്ടാണ് ഇപ്പോൾ പരിപാടി. നന്നായി വളർന്നുകൊണ്ടിരുന്ന വലിയ ചേമ്പിൻ്റെ ഇലകൾക്ക് നിറം മാറ്റം വന്നതായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഒരു യൂട്യൂബ് സുഹൃത്ത് പറഞ്ഞിരുന്നു, എപ്സം സോൾട്ട് ഇട്ട് കൊടുത്താൽ ശരിയാവാൻ സാധ്യതയുണ്ട്, പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എപ്സം സോൾട്ടിനെ പറ്റി വായിച്ചു നോക്കി. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ ക്ലോറോസിസ് ഉണ്ടാവുന്നു ഇലകൾക്ക്. അപ്പോൾ ഫോട്ടോസിന്തസിസിന് വേണ്ട പ്രധാന മൂലകമാണല്ലോ മഗ്നീഷ്യം. അപ്പോൾ അതിലൊരു സത്യം ഉണ്ടെന്ന് എനിക്കും തോന്നി. ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ചാലോ എന്ന് തീരുമാനിച്ചു. ആമസോണിൽ പരതി നോക്കിയപ്പോൾ സാധാരണ ഞാൻ NPK മിക്സർ വാങ്ങിക്കാറുള്ള അതേ ബ്രാൻഡിൻ്റെ എപ്സം സോൾട്ട് ലഭ്യമാണെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ അതങ്ങ് വാങ്ങിച്ചു. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള വിധം ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1 കപ്പ് എപ്സം സോൾട്ട് 100 സ്ക്വയർ ഫുട്ട് സ്ഥലത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെടി നടുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ കേസിൽ അത് നോക്കേണ്ട കാര്യമില്ല, കാരണം ചെടി നട്ട് കഴിഞ്ഞു. പിന്നെ 100 സ്ക്വയർ ഫുട്ട് സ്ഥലവും ഇല്ല. പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ തളിക്കാമെന്ന് പറയുന്നുണ്ട്. അത് വേണേൽ പരീക്ഷിച്ച് നോക്കാം. പക്ഷേ വളരെ കുറച്ച് എടുക്കേണ്ടി വരും. 5 ലിറ്ററിന് വെള്ളം തളിക്കാനുള്ള ചെടിയൊന്നും ഇതിലില്ല. വേണമെങ്കിൽ മറ്റ് ചെടികൾക്ക് ഉപയോഗിക്കാമായിരിക്കും. കാരണം ഇതിപ്പോൾ ചേമ്പിന് മാത്രമല്ല, പല ചെടികൾക്കും ഉപയോഗിക്കാം. പല ഉപയോഗമുള്ള ചെടികൾക്കും ഉപയോഗമുള്ള മിനറലായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കും, കാരണം എന്തായാലും വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഇത് കുറേ ഉണ്ട്. പിന്നെ മണ്ണിലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി